ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ നേരുന്നു. ഇന്ന് റബീഉൽ അവ്വൽ 12 ആണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരെയും പോലെ തന്നെ നമ്മുടെ മദ്രസും നാടും ഒക്കെ നല്ല നബിദിനാഘോഷത്തിലാണ്. ഇന്ന് ഞങ്ങളുടെ മദ്രസയിൽ നടന്ന നബിദിന റാലിയും അതുപോലെ മറ്റ് പരിപാടികളുമാണ് ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ റബീഉൽ അവ്വൽ 1 ആയാൽ തന്നെ നമ്മുടെ വീടും പള്ളികളും മദ്രസകളൊക്കെ ഇങ്ങനെ ലൈറ്റ് വെച്ച് അലങ്കരിക്കില്ല. ഞങ്ങളുടെ നേരെ മുന്നിൽ തന്നെ കേട്ടോ ഞങ്ങളുടെ പള്ളി വരുന്നത്. ഇതുപോലെ ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയായി അലങ്കരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ സിറ്റൗട്ടിൽ വെച്ചിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ പള്ളിയിൽ എന്ത് മൗലൂദ് ഉണ്ടായാലും അതുപോലെ സലാത്ത് ഉണ്ടായാലൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് കേൾക്കാൻ കഴിയും. അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. സുബഹിക്ക് ഒരു 4 മണിക്ക് ഈ ഒരു ശബ്ദം കേട്ടാ ഉണർന്നത്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ ഇശാ നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ മൗലൂദ് ഉണ്ടാവും കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. മൗലൂദ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പായസം കിട്ടും. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ ഓരോ വീട്ടിൽ നിന്നും വെച്ച് കൊടുക്കുന്ന പായസമാണിത്. ഓരോ ദിവസവും വെറൈറ്റി പായസമായിട്ട് കിട്ടൽ. സേമിയ പായസം, അടപ്രഥമന്, ഇങ്ങനെ ചെറുപയർ പായസം, ഇങ്ങനെ പല പായസങ്ങളും കേട്ടോ ഉണ്ടാവാനുള്ളത്. അപ്പോൾ മൗലൂദ് കഴിഞ്ഞ് മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ഓരോ ഗ്ലാസ് പായസം എനിക്കും കൊണ്ടുവരും. അപ്പോൾ ഇന്ന് റബീഉൽ അവ്വൽ 12 ആയതുകൊണ്ട് തന്നെ സുബഹിൻ്റെ മുന്നായിട്ട് തന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ മൗലൂദ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൗലൂദ് കഴിഞ്ഞ് സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോൾ തന്നെ ഇതുപോലെ ഓരോ കവറുണ്ടാവും കേട്ടോ എല്ലാവരുടെയും കയ്യിൽ. അതിൽ നല്ല ബീഫ് വരട്ടിയതും നല്ല പൊറാട്ടയൊക്കെ ഉണ്ടാക്കും. ഒരു 4 പൊറാട്ടയൊക്കെ ഒരു കവറിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം തന്നെ പൊറാട്ടയും ബീഫ് കറിയൊക്കെ ആയിരുന്നു. ഒക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 10 മണി 10:30 ആയത്തോളം തന്നെ നമ്മുടെ നബിദിന റാലിയും വന്നിട്ടോ. നമ്മളിവിടുന്ന് അവർക്ക് വേണ്ടി കൊടുത്തത് ക്യാരറ്റിൻ്റെ ജ്യൂസായിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളുടെ ഫ്ലവർ ഷോയും അതുപോലെ ദഫുമുട്ടും നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ തോൽപ്പിച്ച് തന്നെ അവർ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽമഴ ഉണ്ടായെങ്കിലും കൂടിയിട്ട് അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടോ. ദഫ് ആയാലും ഫ്ലവർ ഷോ ആയാലും എല്ലാ പരിപാടിയും അവർ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് തന്നെ അവർ മുന്നോട്ട് പോയി. ഒരു 11 മണിയായതോടുകൂടി തന്നെ നമ്മുടെ റാലിയൊക്കെ അവസാനിച്ചിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ റാലിയൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു 12 മണി വരെയൊക്കെ റാലി തന്നെ ഉണ്ടാകുമായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ അവസാനമായിട്ട് അവർ റാലി വന്നത്. അതോടുകൂടി റാലി അവസാനിച്ച് അവർ തിരിച്ചു പോയിരുന്നു. ഇത്ര കോരിച്ചൊരിയുന്ന മഴ ആയാലും നമ്മുടെ മക്കളുടെയൊക്കെ ആ ഒരു മുഖത്തൊരു സന്തോഷം കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. അവർ കൊടിയൊക്കെ പിടിച്ച് ആ ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഈ റാലിയിലൊക്കെ പങ്കെടുക്കുന്നത്, എത്ര ആവശ്യത്തോടു കൂടിയാണ് ഈ റാലിയിലൊക്കെ പങ്കെടുക്കുന്നത് എന്ന്. ഈ റാലിക്ക് ശേഷം കേട്ടോ ഭക്ഷണ വിതരണം ഉണ്ടാവുക. അപ്പോൾ നല്ല അടിപൊളി ബീഫിൻ്റെ ബിരിയാണി ആയിരുന്നു ഇന്നത്തെ ഭക്ഷണം. ഇനിയിപ്പോൾ രാത്രിയാണ് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത്. പ്രവാചകൻ പഠിപ്പിച്ച സ്നേഹവും കാരുണ്യവും അതുപോലെ സഹജീവികളോടുള്ള സ്നേഹവും പ്രവൃത്തിയിൽ കാണിക്കുക എന്നതാണ് ഇത്തരം ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലെ നബിദിനാഘോഷങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്. ആയിഷ ബിബിയാൽ മുന്തി ചാമീന്താവി ആനന്ദ ബിബിന്നാൽ മുണ്ടു വിവാസം പട്ടാള ഉള്ളതുബൈ താബി ചുള്ളിക്കലുള്ള കസ്ബിന്റെ തൊട്ട് ആയിഷ ബിബിയാൽ മുഞ്ചിച്ച ഇന്തായി ആനന്ദ ബിബിന്നാൽ മുണ്ടു വിവാസം പട്ടാള ഉള്ളതുബൈ താബി ചുള്ളിക്കലുള്ള കസ്ബിന്റെ തൊട്ട്.